ഉസ്താദ്, സുഹൃത്തുക്കൾ, സഹപാഠി സുഹൃത്തുക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, അനുജന്മാർ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ വലിയ ഒരു വിഷയം വളരെ ചെറുതാക്കി അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്താം. ഈ കിബർ എന്നുള്ളത് നമ്മളിൽ സ്വാഭാവികമായി വന്ന് കയറുന്ന ഒന്നാണ് കിബർ. ഈ കിബർ എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലേക്ക് ഒരു അണുവിൻ്റെ അത്രയെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ 10 വർഷം 12 വർഷം നാം പഠിച്ചത് എല്ലാം പോവും. ഈ പഠിച്ച അമലുകളൊന്നും നമ്മുടെ കയ്യിൽ കാണൂല. പിന്നെ വലിയ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ചരിച്ച് കളഞ്ഞാൽ എത്രത്തോളം വെള്ളം ആ പാത്രത്തിൽ നിൽക്കുമോ അത്ര പോലും നമുക്ക് എൽമുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നും ഭയങ്കരമായതാണ് കിബർ. ആ കിബർ ഇല്ലാതാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കിബറില്ലാതെ നല്ലതുപോലെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ കിബറുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു, ജോൺ കല്ലടി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്. ഈ ജോൺ കല്ലടി എന്നുള്ള ആള് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അതിൻ്റെ ഗമയും പവറും അയാൾ കാണിച്ചു. ഈ ചരിത്രം ഒരു 2 മണിക്കൂർ എന്തായാലും സുഖമായിട്ട് പറയാൻ പറ്റും. പക്ഷെ അത്രത്തോളം പറയുന്നില്ല, വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജോൺ കല്ലടി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. ഒരവസരത്തിൽ യോഗത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിനൊരു തളർച്ച സംഭവിച്ചു. ആ തളർച്ച നേരെ അദ്ദേഹത്തെ അമേരിക്കയിലുള്ള ഏറ്റവും കൂടിയ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആക്കിയത്. എന്നിട്ട് അദ്ദേഹം ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇദ്ദേഹത്തിൻ്റെ 2 ചുണ്ടുകൾ മാത്രം ഇങ്ങനെ അനങ്ങുന്നതായി കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ കൂടിയ ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാരും നഴ്സുമാരിലും ഒരാൾ ഇവരുടെ ചെവി അദ്ദേഹത്തിൻ്റെ ചുണ്ടിനോട് ചേർത്ത് വയ്ക്കുകയുണ്ടായി. ചേർത്ത് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയട്ടെ, ഞാൻ മരിക്കില്ല, ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന്. അത്രത്തോളം അഹങ്കാരമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നത് ഈ ജോൺ കല്ലടിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 24 മണിക്കൂർ ഡോക്ടർമാരെന്നെ ശുശ്രൂഷിക്കാനുണ്ട്. പക്ഷേ അതിനു പുറമെ എൻ്റെ സൈന്യം എൻ്റെ തൊട്ടുബേക്കിലായിട്ടുണ്ട്. അതിനു പുറമെ പട്ടാളക്കാർ, പോലീസുകാരെല്ലാം ഉണ്ട്. ഈ പോലീസും പോയിട്ട് പിന്നെ നാട്ടുകാർ, ബന്ധുക്കളെല്ലാവരും നിൽക്കവേ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയാണ് അവിടെ കടന്നു വരുന്നത്? ആ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു കഴിഞ്ഞാൽ ആ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെടിവെച്ച് വീഴ്ത്താൻ എൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ നല്ല നല്ല തോക്കുകളുണ്ട്. ഉണ്ട നിറച്ചതായ തോക്കുകളാണ്. എല്ലാ തോക്കുകളും ഫുൾ നിറച്ച തോക്കുകളാണ്. അതുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ കടന്നു വന്ന് എൻ്റെ റൂഹിനെ പിടിക്കാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ സൈന്യം വെടിവെച്ചിടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കടന്നു വരികയും അള്ളാഹുവിൻ്റെ വിധി പ്രകാരം അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിച്ചുകൊണ്ട് ആ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ സംഭവം. ഈ ഇത്രയും പട്ടാളക്കാരും പോലീസും എല്ലാവരും 4 ചുറ്റുമുണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ റൂഹിനെ പിടിക്കുന്നതിന് വേണ്ടി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ കടന്നു വരികയും ഈ ഇത്രയിൽ നിന്ന് ആരും ഈ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം